പ്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ക്രിസ്തുമസ് ഒരിക്കൽ കൂടി സമാഗതമാവുകയാണ്. യേശുക്രിസ്തു ലോകത്തിലേക്ക് അവതരിച്ചത് മനുഷ്യവർഗം മുഴുവൻ്റെയും രക്ഷയ്ക്കാണ്. മനുഷ്യനും ദൈവവുമായി ഒരുമിച്ച് പാർത്തതായ ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യൻ്റെ പാപം മുഖാന്തരം ദൈവവും മനുഷ്യനുമായി അകലമുണ്ടായി. ഈ അകലം കുറച്ച് മനുഷ്യനെ വീണ്ടും ദൈവികനാക്കുവാനായിട്ടാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ജനിച്ചത്. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പിനെന്ന് യേശുക്രിസ്തു അരുളി ചെയ്യുന്നു. പിതാവാം ദൈവം നൽകുന്നതായ സന്ദേശം. പരിശുദ്ധനായ പൗലോസ്ലീഹായും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളുടെ വിശുദ്ധീകരണമെന്നാണ്. അതുകൊണ്ട് വിശുദ്ധിയിലേക്കുള്ള പാത വെട്ടി തുറക്കുവാനായിട്ടാണ് യേശുക്രിസ്തു വീണ്ടും അവതരിച്ചത്. ദൈവം മനുഷ്യനായി തീർന്നത് മനുഷ്യൻ ദൈവികനാകുന്നതിന് വേണ്ടിയാണ്. മനുഷ്യൻ ദൈവികനാകുന്നതിന് അടിസ്ഥാനപരമായ ആവശ്യം സ്വർഗീയമായ സമാധാനമാണ്. കൊണ്ടാണ് യേശുവിൻ്റെ ജനനത്തിങ്കൽ ആട്ടിടയന്മാരോട് അറിയിക്കുന്ന ദൂത്, സ്വർഗത്തിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഈ സമാധാനത്തിന്റെ സന്ദേശം അന്നു മുതൽ ഇന്ന് വരെ 21 നൂറ്റാണ്ടുകളായി ലോകത്തോട് ആഹ്വാനം ചെയ്യുന്നതാണ്. ഏത് കാലത്തിലും എന്നത് ഉപരിയായുള്ള സമാധാന ഭഞ്ജനം ഈ കാലഘട്ടത്തിൽ നടക്കുന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. രാഷ്ട്രങ്ങൾ തമ്മിൽ അധികാരത്തിന് വേണ്ടി, അതിർത്തികൾക്ക് വേണ്ടി, മതങ്ങൾ തമ്മിൽ അധികാരത്തിന് വേണ്ടി, അതുപോലെ തനിമയും സ്വാതന്ത്ര്യവും നിലനിർത്തുന്നതിന് വേണ്ടി ഉള്ളതായ മത്സരങ്ങൾ. ജീവിതത്തില് എല്ലാം നഷ്ടപ്പെട്ടതായ മനുഷ്യൻ എല്ലാ തരത്തിലുള്ളതായ അക്രമത്തിലേക്കും തിരിയുന്നതായ ഒരു കാലഘട്ടം. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെ അടിമത്വത്തിൽപ്പെട്ട് കുടുംബ സമാധാനം തകരുന്നതായ കുടുംബങ്ങൾ, അകാരണമായി മർദ്ദനവും അക്രമവും സ്വാർത്ഥലാഭവും ധനമോഹവും എല്ലാം ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ട് കൊലയും കൊള്ളിവയ്പുമെല്ലാം നടക്കുന്നതായ ഒരു കാലഘട്ടം. ഇങ്ങനെ ഈ കാലഘട്ടത്തിന്റെ സമാധാനമില്ലായ്മ വിശദീകരിച്ചാൽ അനേകമുണ്ട്. ഈ സമാധാനമില്ലായ്മയ്ക്കെല്ലാം പരിഹാരം കണ്ടെത്തേണ്ടത് യേശുവിൻ്റെ ക്രിസ്തീയമായ സന്ദേശമാണ്. എന്താണ് അതിനുള്ള മാർഗം? സമാധാനം ഭജിക്കുന്നത് നീതിയിലും സത്യത്തിലും അധിഷ്ഠിതമായി മനുഷ്യൻ ജീവിക്കാത്തതുകൊണ്ടാണ്. സ്വാർത്ഥതയും അഹങ്കാരവും മനുഷ്യനെ നീതിരഹിതനായിട്ടും സത്യരഹിതനായിട്ടും പ്രവർത്തിക്കാനുള്ളതായ അവസരങ്ങൾ കൊടുക്കുന്നു. ആർജിക്കാവുന്നിടത്തോളം ആർജിക്കണമെന്നും ഉയരാനുള്ളിടത്തോളം ഉയരണമെന്നും ആഗ്രഹിക്കുന്ന മനുഷ്യൻ സ്വാർത്ഥതയിലും അഹങ്കാരത്തിലും മറ്റു മനുഷ്യരെ മറന്നുപോകും. മറ്റുള്ളവരും തന്നെ പോലെ തന്നെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നും ദൈവം എന്ത് നന്മകൾ എനിക്ക് തന്നിട്ടുണ്ടോ അതുപോലെയുള്ള നന്മകൾ അവനും കൊടുത്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്വരൂപമായ മനുഷ്യൻ എല്ലാം സഹോദരങ്ങളാണെന്നുമുള്ളതായ ചിന്തയില്ലാതെ പ്രവർത്തിക്കുന്നത് മുഖാന്തരം മനുഷ്യൻ മനുഷ്യനിൽ നിന്ന് അകന്നുപോകും. ഈ അകലം കുറയ്ക്കുവാനായി സ്വർഗത്തിൽ നിന്ന് താണിറങ്ങി വന്ന ദൈവം നമുക്കൊരു സന്ദേശം നൽകുന്നു. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദുർബലരും മാനസികവും ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവരും ദാരിദ്ര്യമായി സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവരും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നതായ ആളുകളും ഉയർന്നു വരണമെങ്കിൽ അവരിലേക്ക് നമ്മൾ താണിറങ്ങണം. അവരുടെ പ്രയാസങ്ങളെ മനസ്സിലാക്കണം. അവരെ അത്തരത്തിൽ ഉയർത്തുവാനായിട്ടുള്ളതായ ശ്രമം നമ്മിലുണ്ടാകണം. അതാണ് യേശുക്രിസ്തു കാണിച്ചത്. അതാണ് നമുക്കും ഇന്ന് കാലിക പ്രാധാന്യമായിട്ടുള്ളത്. ഏതെല്ലാം മേഖലകളാണ് മനുഷ്യൻ ദുഃഖം അനുഭവിക്കുന്നത്, ഏതെല്ലാം തരത്തിലാണ് അസമാധാനങ്ങൾ കൊണ്ട് മനുഷ്യൻ നട്ടം തിരിയുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അതിൻ്റെ മൂലമായ കാരണങ്ങൾ കണ്ടുപിടിച്ച് പരിഹാരമുണ്ടാക്കുവാൻ നമുക്ക് സാധിക്കും. റഷ്യയും ഉക്രൈനും തമ്മിലുള്ളതായ യുദ്ധങ്ങൾ, ഗാസയിലെ ഇസ്രായേലും പലസ്തീനുമായുള്ള യുദ്ധങ്ങൾ, അതുപോലെ മതങ്ങൾക്ക് ഇടയിലുള്ളതായ അസ്വസ്ഥതകൾ, ഇതെല്ലാം യഥാർത്ഥമായ കാരണം കണ്ടുപിടിച്ച് അതിനുള്ള പരിഹാരം കണ്ടുപിടിക്കണം. അല്ലാതെ യുദ്ധം കൊണ്ട് ഒന്നിനും സമാധാനമാകില്ല, വൈരാഗ്യം കൊണ്ട് ഒന്നും സമാധാനമാകില്ല, വ്യത്യസ്തമായ രീതിയിൽ പോയതുകൊണ്ട് സമാധാനം ഉണ്ടാകും. നേരെ മറിച്ച് എന്താണ് അസമാധാനത്തിന്റെ കാരണമെന്ന് കണ്ടുപിടിച്ച് അടിസ്ഥാനപരമായിരിക്കുന്ന റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് പരിഹാരമുണ്ടാക്കണം. അതിനുവേണ്ടി മനുഷ്യൻ വിനയമുള്ളവനാണ്. ആ വിനയത്തിന്റെ സന്ദേശമാണ് സ്വർഗത്തിൽ നിന്ന് ദൈവമായിരിക്കെ മനുഷ്യനായി തീർന്നത് വലിയൊരു വിനയമാണ്. ആ വിനയത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയും. മണിപ്പൂരിലും മറ്റുള്ളിടത്തും ഉണ്ടായതായ ആ പ്രശ്നങ്ങളും നമുക്കറിയാം. അതെല്ലാം ശരിയായിരിക്കുന്ന ഒരു പഠനം നടത്താതെ തല്ലിക്കെടുത്തുവാൻ ശ്രമിച്ചതുകൊണ്ട് പുറമേയുള്ള പ്രവർത്തനം കൊണ്ട് അത് സമാധാനമാവുകയില്ല. എന്താണ് അവിടുത്തെ ഗോത്രങ്ങൾ തമ്മിലുള്ളതായ പ്രശ്നം? അതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ എന്താണ്? അതിനുള്ള പരിഹാരം എന്താണ്? അത് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ ആ നിർദോഷികളായി ഉള്ള ആളുകൾ അനേകം കൊല്ലപ്പെടുന്നു. ഹമാസിനും പലസ്തീൻ നാടിനുമൊക്കെ
നിലനിൽക്കാനുള്ള അവകാശമുണ്ട്. തീവ്രത ഉപേക്ഷിക്കണം. പലസ്തീനിന് സ്വന്തമായ രാജ്യമുണ്ടാകണം. ഇസ്രായേലിന് സ്വന്തമായ രാജ്യമുണ്ടാകണം. ഇസ്രായേൽ പലസ്തീനെ സ്നേഹിക്കണം. പലസ്തീൻ ഇസ്രായേലിനെ സ്നേഹിക്കണം. എല്ലാവർക്കും സഹവർത്തിക്കാനുള്ള ഒരു ഭൂമിയാണ് ദൈവം തന്നിരിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവർക്കും സഹവർത്തിക്കാനുള്ളതായിരിക്കുന്ന ക്രമീകരണം ചെയ്യുമ്പോൾ അവിടെ നമുക്ക് സമാധാനം ഉണ്ടാകും. ഉക്രൈനിലാണെങ്കിലും റഷ്യയിലാണെങ്കിലും അവിടെയും എന്താണ് അസമാധാനം, എന്താണ് നിജസ്ഥിതി എന്ന് മനസ്സിലാക്കി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. ഓരോ ധാരണകളോ തെറ്റിദ്ധാരണകളോ സത്യങ്ങളോ ഒക്കെ ഇതിനകത്താണ്ടാകാം. എന്നാൽ യഥാർത്ഥ സത്യം എന്താണെന്നും അത് കണ്ടുപിടിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥ സമാധാനം ലോകത്തിലുണ്ടാകും. ഈ കാലഘട്ടത്തിൽ എത്രയോ കുടുംബങ്ങൾ, പാവപ്പെട്ടതായ കുഞ്ഞുങ്ങൾ മയക്കുമരുന്നിന് അടിമയാളായിട്ട്, മദ്യത്തിനയക്കുന്നതിനായിട്ട്, കൊലപാതകത്തിലും അതുപോലെ തന്നെ പിടിച്ചുപറിയും മോഷണവും ഒക്കെ ആയിട്ട് മാതാപിതാക്കൾക്ക് ദുഃഖം കൊടുക്കുന്ന എത്രയോ കുടുംബം, കണ്ണീര് നിലയ്ക്കാത്ത കുടുംബങ്ങൾ എത്രയോ. അവന് സമാധാനം ഉണ്ടാകണമെങ്കിൽ മദ്യ മാഫിയകള്, ഈ മയക്കുമരുന്ന് മാഫിയകളെ കണ്ടുപിടിച്ച് അതിന് പരിപൂർണമായിട്ട് അവരെ ഈ പ്രദേശത്ത് നിന്ന് അല്ലെങ്കിൽ ലോകത്തിൽ നിന്ന് വിഭാടനം ചെയ്യുവാനുള്ളതായ പദ്ധതികൾ എല്ലാ രാഷ്ട്രങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അങ്ങനെ രാഷ്ട്രങ്ങൾ ഒരുമിച്ച് ഈ സമാധാനം കുടുംബങ്ങൾ ഉണ്ടാകാൻ ഇടയാവണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ക്രിസ്തുവിൻ്റെ സന്ദേശമാണ്. ആ സന്ദേശത്തിന് ഉൾക്കൊള്ളുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. പുതിയ ക്രിസ്തുമസ് നാളുകളിൽ എല്ലാവർക്കും പ്രത്യേകമായുള്ള ആശംസകൾ നേരുന്നു. പ്രത്യേകിച്ച് മെട്രോ 7 എൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവിധ ക്രിസ്തുമസ് ആശംസകളും നന്ദിയും രേഖപ്പെടുത്തുന്നു. പുതുവത്സരം അനുഗ്രഹീതമായി തീരട്ടെ.